ഹായ് ഹലോ പ്രീതാസ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്ന് ഞാൻ ആത്മാർത്ഥതയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാമെന്ന് കരുതി. ഇന്നത്തെ ജീവിതത്തിൽ യാതൊരു വിലയില്ലാത്ത ഒരു കാര്യമാണ് ആത്മാർത്ഥതയും പരസ്പര വിശ്വാസവും സത്യത്തിനുമൊക്കെ. എല്ലാവരും യാന്ത്രികരായിട്ടങ്ങ് ജീവിച്ച് പോകുന്നു എന്നല്ലാതെ ആത്മാർത്ഥതയ്ക്കോ പരസ്പര വിശ്വാസത്തിനോ ഒന്നും യാതൊരു വിലയുമില്ല. പിന്നീട് കൂടുതൽ ആത്മാർത്ഥത കാണിക്കുന്നവർക്കും അവർക്ക് പിന്നീട് ജീവിതത്തിൽ ഒരുപാട് തിക്താനുഭവങ്ങൾ ഏൽക്കേണ്ടി വരികയും ചെയ്യുന്നുണ്ട്. ജീവിതത്തിൽ ഒരുപാട് ആത്മാർത്ഥമായിട്ട് അവരുടെ കുടുംബത്തെ സ്നേഹിച്ച ഒരുപാട് ആൾക്കാരാണ് ഇപ്പോൾ അനാഥാലയങ്ങളിലൊക്കെ ജീവിക്കുന്നത്. അതുപോലെ ജീവിതത്തിൽ ഇപ്പം ഒരാൾ മൂത്ത സഹോദരനായിരിക്കും. അപ്പോൾ കുടുംബം പോറ്റാനായിട്ട് ബാക്കിയുള്ള അനിയനെയും പെങ്ങന്മാരെയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതമെല്ലാം ത്യജിച്ച് അവസാന കാലം എത്തുമ്പോൾ അദ്ദേഹത്തിനെ നോക്കാൻ ഇവർക്ക് ആർക്കും വയ്യ. അവരെല്ലാവരും അനിയനായാലും അനിയത്തിയായാലും പെങ്ങളായാലും അവരെല്ലാം അവരുടെ ജീവിതങ്ങൾ കെട്ടിപ്പടുത്ത് പോകുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ സ്വത്തും സമ്പാദ്യവും എല്ലാം ഈ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിതവും കളഞ്ഞിട്ട് അവസാനം ആരും ഇല്ലാത്ത അവസ്ഥയിൽ അനാഥാലയത്തിൽ പോയി കിടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതുപോലെ ഇപ്പോൾ ഗൾഫിലൊക്കെ നിന്നിട്ട് കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കി നാട്ടിലേക്ക് അയച്ച് വീടും മക്കളും ഭാര്യയും എല്ലാം സുഖമായിട്ട് ജീവിക്കട്ടെ എന്ന് കരുതി ഒരുപാട് പൈസയൊക്കെ അയച്ചു കൊടുത്തിട്ട് അവസാനം അദ്ദേഹം തിരിച്ചു വരുമ്പം പൈസയൊന്നും ഇല്ലാതെ അവസാനം അങ്ങേർക്ക് ഒരു അക്കൗണ്ടിൽ ഒന്നിലും പൈസ ഇല്ല, യാതൊന്നിലും പൈസ ഇല്ലാതെ വെറും ഒരു അധികപ്പറ്റായിട്ട് വീടുകളിൽ കഴിയുന്ന ഒരുപാട് ആൾക്കാരും ഉണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് ആത്മാർത്ഥത ഇപ്പം നമ്മുടെ ജീവിതത്തിലുള്ള ആൾക്കാരോടായാലും നമ്മുടെ കുടുംബാംഗങ്ങളോടായാലും ആരോടെങ്കിലും അധികം ആത്മാർത്ഥതയൊക്കെ കാണിക്കുന്ന ആൾക്കാർക്കെല്ലാം അവസാനം അവരുടെ ജീവിതം നോക്കാതെ അധികം ആത്മാർത്ഥത കാണിച്ചിട്ടുള്ളവർക്കെല്ലാം അവസാനം പണി കിട്ടിയിട്ടുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് ഞാൻ പറയുന്നത് ആത്മാർത്ഥത വേണം. നമ്മുടെ എല്ലാ കുടുംബാംഗങ്ങളോടായാലും അതുപോലെ ഭാര്യയോടോ ഭർത്താവിനോടോ സമൂഹത്തിനോടോ ഒക്കെ നമുക്ക് ആത്മാർത്ഥത വേണം. പക്ഷേ ഒരുപാട് ആത്മാർത്ഥത നമ്മുടെ ജീവിതം കളഞ്ഞുകൊണ്ടുള്ള ഒരു ആത്മാർത്ഥതയുടെ ആവശ്യമില്ല. പിന്നീട് നമ്മുടെ കടമ ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ഇപ്പം നമ്മുടെ ഭാര്യയ്ക്കും മക്കൾക്കും ഒക്കെ കൊടുക്കേണ്ട സ്നേഹവും അതുപോലെ അവർക്ക് അവരുടെ സാമ്പത്തിക സുരക്ഷിതത്വവും ഒക്കെ നമുക്ക് ചെയ്യാം. എങ്കിലും നമ്മളുടെ ജീവിതം കളഞ്ഞുകൊണ്ട് നമുക്ക് വേണ്ടി ഒന്നും ഉണ്ടാക്കി വയ്ക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മൊത്തം പൈസയും അവരുടെ ജീവിതവും സമയവും എല്ലാം കളഞ്ഞിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് ആത്മാർത്ഥമായിട്ട് ഞാൻ അവരെ സ്നേഹിക്കുന്നു എന്ന് കാണിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. കുറേ നാൾ കഴിയുമ്പോൾ അവർക്കെല്ലാം ഒരു ഭാരമായിട്ട് മാറുക മാത്രമേ അത് ഉപകരിക്കുന്നുള്ളൂ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഒരുപാട് ഗൾഫിൽ നിന്ന് വന്നിട്ടുള്ള ഗൾഫിൽ ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് ഇപ്പോഴല്ലേ UK-യും അമേരിക്കയും കാനഡയൊക്കെ, പണ്ടൊക്കെ ഗൾഫിലൊക്കെ ചെയ്ത് വർഷങ്ങളായിട്ട് ഗൾഫിലെ മണലാരണ്യത്തിൽ കിടന്ന് കഷ്ടപ്പെട്ടിട്ട് നാട്ടിൽ വരുമ്പോൾ ഒരു വിലയില്ലാതെ ആയിപ്പോയ ഒരുപാട് മനുഷ്യരുണ്ട്. അതേപോലെ ആത്മാർത്ഥത കൂടിയിട്ട് എല്ലാ പൈസയും ഭാര്യയുടെ പേരിൽ അക്കൗണ്ടിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് അവസാനം തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിന് ഒന്നുമില്ലാതെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന സാഹചര്യങ്ങളും ഉണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ ആത്മാർത്ഥതയിലുണ്ട്. പിന്നീട് എൻ്റെ അനുഭവത്തിൽ ആണെങ്കിൽ തന്നെ ഞാൻ പറയുന്നത്, നമ്മളിപ്പം ഒരുപാട് ആത്മാർത്ഥത ആരോട് കാണിക്കുന്നു അവസാനം അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു തിക്താനുഭവം കിട്ടിയിരിക്കും. അതുകൊണ്ട് നമ്മൾ കൊടുക്കും, അവർ നല്ല നിലയിൽ എത്തുകയും ചെയ്യും. അവസാനം അവരുടെ വായിൽ നിന്ന് തന്നെ അവരുടെ സ്വഭാവ രീതികളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും, അയ്യോ നമ്മൾ ഇത്രയും ആത്മാർത്ഥമായിട്ടാണല്ലോ ഇവരെ കണ്ടിരുന്നത്, എന്നിട്ട് ഇപ്പം കണ്ടോ ഇങ്ങനെയാണല്ലോ പെരുമാറുന്നതെന്ന് നമുക്ക് തോന്നും. ഒരുപാട് ആത്മാർത്ഥത കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവസാനം അത് പണി കിട്ടിയിരിക്കും എന്നുള്ളത് യാതൊരു സംശയമില്ല. പിന്നീട് എന്തെങ്കിലും നമ്മൾ വിചാരിക്കുന്നത് എന്തോ നമ്മൾ അത്രയും ചെയ്തു കൊടുത്ത് അവർ അത്രയും നല്ല നിലയിൽ വന്നല്ലോ എന്നുള്ളത് നമുക്ക് സന്തോഷം. അവർ നമുക്ക് തന്നില്ലെങ്കിലും നമ്മളെ കാണുമ്പോൾ മിണ്ടിയില്ലെങ്കിലും ചിരിച്ചില്ലെങ്കിലും ഒന്നും കുഴപ്പമില്ല, എങ്കിലും വേണ്ടില്ല അവർ അത്രയും നല്ല നിലയിൽ എത്തിയല്ലോ എന്ന് നമുക്കുള്ള മനസ്സിൽ നമുക്ക് തോന്നുമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ചെയ്യാൻ പാടില്ല. എന്തെങ്കിലും ചെയ്തിട്ട് നമ്മളെ കാണുമ്പം ഇത്രയും സന്തോഷത്തോടെ വരുമെന്നോ അല്ലെങ്കിൽ നമ്മൾ ചെയ്ത ഉപകാരം അവർക്ക് ഓർമ്മ കിട്ടുമെന്നൊന്നും കരുതി ആരും ആത്മാർത്ഥമായിട്ട് യാതൊന്നും ചെയ്യണ്ട. അവസാനം വഴക്കൊന്നും കിട്ടരുതെന്ന് അവരുടെ വായിൽ നിന്ന് വല്ല നല്ല വർത്തമാനങ്ങൾ കിട്ടാവുള്ളേ എന്ന് മാത്രം പ്രാർത്ഥിക്കുക എന്നുള്ളതേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്ക് മാനസികമായിട്ട് അങ്ങനെ ഒരു തയ്യാറെടുപ്പ് എല്ലാവരെയും കൊണ്ടും പറ്റത്തില്ലല്ലോ. ഇപ്പോൾ സാധാരണ ജനങ്ങൾക്ക്, ഇപ്പം സാധാരണ മാനസിക നിലയുള്ള ഒരാൾക്ക്
പിന്നെ നമ്മൾ നമ്മൾ ചെയ്ത ഉപകാരത്തിൻ്റെ ഒരു സ്മരണ ഇല്ലാതെ നമ്മളെന്തെങ്കിലും പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരും. അല്ലെങ്കിൽ പിന്നെ അത്രയ്ക്ക് മാനസിക നിയന്ത്രണമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർ പറഞ്ഞാലും കുഴപ്പമില്ല, അവർക്ക് നമ്മൾ ചെയ്തത് അവർ മറന്നുപോയാൽ നമുക്കതിനും കുഴപ്പമില്ല എന്ന് ചിന്തിക്കണം. അത്രയ്ക്ക് നമ്മൾ മാനസികമായിട്ട് ഉയർന്ന തലത്തിലെത്തിയാലല്ലേ അത് അതിന് പറ്റത്തുള്ളൂ. എല്ലാവർക്കും അല്ലാതെ നമുക്കങ്ങനെ എന്തായാലും മനസ്സിലെങ്കിലും നമുക്ക് തോന്നും, ഇപ്പം അത് കേൾക്കേണ്ടി വന്നല്ലോ എന്ന് നമുക്ക് തോന്നുമെന്നുള്ളത് യാതൊരു സംശയമില്ല. അതുകൊണ്ട് അധികം ആത്മാർത്ഥതയൊന്നും ആരോടും കാണിക്കേണ്ട കാര്യമില്ലെന്നാണ് ഞാൻ പറയുന്നത്. നമുക്ക് ചെയ്യാനുള്ള കടമകൾ, നമുക്ക് ആരോട് എന്തൊക്കെ ചെയ്യാനുള്ള കടമകൾ, ഇപ്പം അമ്മയോടായാലും സഹോദരങ്ങളോടായാലും സമൂഹത്തിനോടായാലും അയൽക്കാരോടായാലും ഭാര്യയോടായാലും ഭർത്താവിനോടായാലും മക്കളോടായാലും എല്ലാം നമുക്ക് എന്തൊക്കെ കടമകൾ നമുക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മളിൽ എന്തെല്ലാം കടമകൾ നിക്ഷിപ്തമായിട്ടുണ്ട്, ആ കടമകൾ നമ്മൾ ചെയ്തിരിക്കണം. അത് ചെയ്തിട്ട് അതിന് പ്രതിഫലം നമ്മൾ ആലോചിക്കുകയേ ചെയ്യരുത്. ഞാനിതൊക്കെ ചെയ്തു, അതുകൊണ്ട് എനിക്കിതൊക്കെ തിരിച്ചു കിട്ടും എന്ന് കരുതി നമ്മളാരും അങ്ങനെ ചിന്തിച്ച് നമ്മളൊരു ആത്മാർത്ഥതയും ആരോട് കാണിക്കേണ്ട കാര്യമില്ല. നമ്മുടെ കടമകൾ നമ്മൾ ചെയ്യുക, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഫലം ഭഗവാൻ നമുക്ക് തരും, അല്ലെങ്കിൽ യൂണിവേഴ്സ് നമുക്ക് തരും എന്നുള്ളതേ ഉള്ളൂ. ഈശ്വരവിശ്വാസം ഇല്ലാത്തവർക്ക് അങ്ങനെ ചിന്തിക്കാം. അത് അല്ലാതെ ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ട് എന്നോട് ഇങ്ങനെയൊക്കെയാണല്ലോ പെരുമാറിയത് ഇങ്ങനെയൊന്നും ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മളെന്താ ചെയ്യേണ്ടത്, നമ്മളുടെ കടമ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുക. അതിപ്പോൾ ആരോടായാലും ഇന്ന വ്യക്തിയോടൊന്നുമില്ല, നമുക്കൊരാളോട് ഇന്നത് ചെയ്യാൻ തോന്നുന്നത് നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുക. പക്ഷേ അതിന് തിരിച്ച് നമുക്ക് ഇന്നത് കിട്ടും എന്ന് കരുതി നമ്മൾ ചെയ്യാൻ പാടില്ല. ഇപ്പം വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയരുതെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. നമ്മൾ അതിനൊരു പ്രതിഫലം നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് ഒന്നും ചെയ്യാതിരിക്കുക. അത് തിക്താനുഭവമാണെങ്കിൽ നമുക്ക് അല്പം മാനസികമായിട്ട് വേദന ഉണ്ടാക്കും, എന്നേ ഉള്ളൂ. അത് നമ്മളങ്ങ് സഹിക്കുക, അത്രയേ ഉള്ളൂ. അല്ലാതെ അതിന് പിന്നെ എതിര് പറയാനും പിന്നെ അതിന് വഴക്കുണ്ടാക്കാൻ പോകാനും ഒന്നും നിൽക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ അമിതമായിട്ട് ആത്മാർത്ഥമായിട്ട് ഒരാൾക്ക് ആത്മാർത്ഥത വേണം, അല്ലാതെ ആത്മാർത്ഥത നമ്മുടെ ജീവിതം കളഞ്ഞുകൊണ്ടുള്ള ഒരു ആത്മാർത്ഥത ആരോടും കാണിക്കേണ്ട കാര്യമില്ല. അതിപ്പോൾ ആരോടായാലും, സ്വന്തം ഭർത്താവിനോടായാലും അതുപോലെ മക്കളോടായാലും ഒന്നും നമുക്ക് അമിതമായിട്ട് ഞാനില്ലെങ്കിൽ അവരെങ്ങനെ ജീവിക്കും എന്ന് കരുതി ജീവിക്കുന്ന ചില ആൾക്കാരുണ്ട്. ഞാൻ ഇച്ചിരി നേരം കൊണ്ട് മാറി നിന്നാൽ പിന്നെ വീട് തകർന്ന് തരിപ്പണമാവും. അത്രയ്ക്കങ്ങ് ആത്മാർത്ഥമായിട്ട് കുടുംബത്തെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട്. അതിൻ്റെ ഒന്നും ഒരു കാര്യമില്ല. നമ്മളില്ലെങ്കിലും അവർ ജീവിച്ചോളും. നമ്മുടെ ഇപ്പോഴത്തെ ഊർജ്ജസ്വലതയും അതുപോലെ നമ്മുടെ ആത്മാർത്ഥതയും അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള നമ്മുടെ കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ടായിരിക്കും അവർ തിരിച്ച് നമ്മളെ ഇപ്പം കാര്യമായിട്ട് നോക്കുന്നത്. ഇതൊന്നും ഇല്ലാത്ത ഒരവസ്ഥയിൽ വരുമ്പോൾ ഇവരാരും നമ്മളോടൊപ്പം കാണത്തില്ല എന്നുള്ളത് യാതൊരു സംശയമില്ല. പിന്നീട് ഒരുപാട് ആത്മാർത്ഥത കാണിച്ച് ഞാൻ ഈ സാമ്പത്തികമായിട്ടുള്ള സുരക്ഷിതത്വം ഒന്നും നോക്കാതെ എല്ലാം ഭാര്യയുടെയും മക്കളുടെയും കാര്യത്തിനായിട്ട് ചിലവഴിച്ചിട്ട് അവരവർക്ക് വേണ്ടിയിട്ട് 5 പൈസ പോലും ഇല്ലാതെ ജീവിതം നരകതുല്യമാക്കി അവസാന കാലം കളയുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, അങ്ങനെ ഒരിക്കലും ആത്മാർത്ഥമായിട്ട് ഭാര്യയും മക്കളെയും ഒന്നും അമിതമായിട്ട് സ്നേഹിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ കടമ നിങ്ങൾ ചെയ്യുക, അതോടൊപ്പം നിങ്ങളുടെ അല്പമെങ്കിലും സമ്പാദ്യം നിങ്ങൾ സൂക്ഷിച്ചു വയ്ക്കുക എന്നുള്ളതേ ഉള്ളൂ. നാളെ ഒരു കാലത്ത് അവരുടെ മുമ്പിലൊക്കെ ചെന്ന് കൈനീട്ടേണ്ടി വരുന്ന ഒരവസരത്തിലായിരിക്കും നമുക്ക് അത് മനസ്സിലാവുന്നത്. അയ്യോ, കഷ്ടമായിപ്പോയല്ലോ, അന്നത്തെ ജീവിതം നമ്മൾ കൊണ്ട് കളഞ്ഞു എന്ന് നമുക്കന്ന് തോന്നും. അതുകൊണ്ട് നമ്മൾ ഈ നല്ല സമയത്ത് നമുക്ക് വേണ്ടിയിട്ടും കൂടെ അല്പം കാര്യങ്ങളെല്ലാം നമ്മൾ സൂക്ഷിച്ചു വയ്ക്കുക. ഒരുപാട് ആത്മാർത്ഥത കാണിച്ച് ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് എന്ന് കരുതി ഇപ്പോൾ സമൂഹത്തിന് വേണ്ടിയാണെങ്കിൽ പോലും ഒരുപാട് ആത്മാർത്ഥതയൊക്കെ കാണിച്ചാലും ആൾക്കാരൊന്നും നമ്മുടെ കൂടെ നിൽക്കുമെന്നൊന്നും ആരും പ്രതീക്ഷിക്കേണ്ട. അങ്ങനെയൊന്നും ഒരു പ്രതീക്ഷയും കൂടാതെ നമ്മൾ എന്തെങ്കിലും സമൂഹത്തിന് വേണ്ടി ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ അവരത് ചെയ്യും, ഇങ്ങനെ നമ്മളെ കാണുമ്പം വലിയ സന്തോഷത്തോടുകൂടി അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. സന്തോഷത്തോടുകൂടി അവർ ഒന്ന് ചിരിക്കുമെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് വളരെ ഭാഗ്യം, നല്ലതെന്ന് മാത്രം നമ്മൾ വിചാരിച്ചാൽ മാത്രം മതി. അല്ലാതെ നമ്മൾ ചെയ്തതിൻ്റെ ഒന്നും അവർ പിന്നീട് ഓർക്കത്തില്ല. ചെയ്യുമ്പോൾ ഉള്ള കുറച്ച് നാളത്തേക്ക് നമ്മളെ കാണുമ്പോൾ ഒരു സന്തോഷമെന്നല്ലാതെ പിന്നീട് അതൊക്കെ മറന്നു പോകും. അത് കാലത്തിൻ്റെ ഒരു ഗതികളിൽ അതൊക്കെ മറന്നു പോകാനുള്ള കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ അമിതമായിട്ട് ആത്മാർത്ഥത ആരോടും കാണിക്കേണ്ട കാര്യമില്ല.
പിന്നീട് നമ്മുടെ കടമകൾ, നമുക്ക് എന്തൊക്കെ കടമകളാണ് ഈ ജീവിതത്തിൽ ചെയ്ത് തീർക്കാനുള്ളത്, അതെല്ലാം നമ്മൾ വൃത്തിയായിട്ട് നമ്മൾ ചെയ്യുക. അതിന് പ്രതിഫലം ഇച്ഛിച്ചുകൊണ്ട് ചെയ്യാതിരിക്കുക. അതുപോലെ നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം നമ്മൾ ജീവിക്കുക, നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് വേണ്ടിയും ചെയ്തു വയ്ക്കുക. അല്ലാതെ എല്ലാം ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച്, ഉള്ളഴിഞ്ഞ് സ്നേഹിച്ച് ഞാൻ കൊടുത്തു, അവസാനം എനിക്കിങ്ങനെ ഗതി വന്നല്ലോ എന്ന് പറയാനുള്ള ഇടവരുത്താതെ നോക്കുക എന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഒരുപാട് ആത്മാർത്ഥത കാണിച്ചിട്ടുള്ള ആൾക്കാർക്കെല്ലാം അവസാനം അതിൻ്റെ തിക്താനുഭവങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുള്ളതെന്നുള്ളത് യാതൊരു സംശയവുമില്ല. അത് കുടുംബത്തിന് വേണ്ടിയിട്ടായാലും സമൂഹത്തിന് വേണ്ടിയിട്ടായാലും എല്ലാം ഉണ്ട്. പിന്നീട് അത് ഏൽക്കേണ്ടി വരുമ്പം നമുക്കുള്ള മാനസിക നിയന്ത്രണം അത് നമുക്ക് അത്യാവശ്യമാണ് എന്നുള്ളതാണ്. ഇപ്പം ആവശ്യമില്ലാതെ കിടന്ന് വഴക്ക് കൂടിയിട്ടോ അല്ലെങ്കിൽ അവരെ ഞാൻ അതെല്ലാം ചെയ്തിട്ട് അവരെന്നോട് ഇങ്ങനെയാണല്ലോ പെരുമാറിയെന്നൊക്കെ പറഞ്ഞ് മനസ്സിൽ തോന്നിയാൽ പോലും നമ്മളത് കൺട്രോൾ ചെയ്ത് നിർത്താനുള്ളൊരു കഴിവ് നമ്മുടെ മാനസികമായ ഒരു വില ഉള്ളവർക്ക് മാത്രമേ കൂടുതൽ ഇങ്ങനെ ആത്മാർത്ഥത കാണിക്കാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനൊന്നും വരുത്താതെ അവരവരുടെ കടമകൾ ചെയ്തുകൊണ്ട് എല്ലാവരെയും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ചങ്ങമ്പുഴ പാടിയതുപോലെ കപടമാം ലോകത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയമുണ്ടായതാണ് പരാധീനത എന്ന് പറഞ്ഞതുപോലെ ഒരുപാട് വിഷമിക്കാനൊന്നും ആൾക്കാർക്ക് ഇടവരുത്താതിരിക്കട്ടെ. എല്ലാവരും അവരവരുടെ ആത്മാർത്ഥമായ കഴിവിനനുസരിച്ച് അവരവർ ചെയ്യുക. അതിന് പ്രതിഫലം ഒന്നും ഇച്ഛിക്കാതിരിക്കുക. അതുപോലെ ഒരുപാട് മനസ്സ് വേദനിക്കുന്ന കാര്യങ്ങളൊന്നും അവർക്ക് തിരികെ ലഭിക്കാതിരിക്കട്ടെ. എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കുക, പോസിറ്റീവായിട്ട് ചിന്തിക്കുക, സന്തോഷമായിട്ടിരിക്കുക. മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. ബൈ.